ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. പുഡിംഗ് ബൈറ്റ്സ്, അതായത് മിൽക്ക് പുഡിംഗ് ബൈറ്റ്സ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി ആദ്യം ഇതുപോലൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഒട്ടും കട്ടകളില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് അടുപ്പത്ത് വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കോൺഫ്ലോർ അല്ലേ. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞ് ഇനി കൈ എടുക്കാതെ തന്നെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം കോൺഫ്ലോർ ആണ്, അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഈ ഒരു രീതിക്കാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഈ ഒരു രീതി കണ്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിങ്ങോട്ട് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലെ നെയ്യ് നന്നായിട്ട് പുരട്ടിയെടുത്ത ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ചൂടോടെ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. നെയ്യോ ബട്ടറോ പുരട്ടിയെടുത്താൽ മതി. നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുകളിലൊന്നൊന്ന് സെറ്റാക്കിയിട്ടൊന്ന് വെക്കാം. ചൂടാറിയതിന് ശേഷം 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അതായത് ഇപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇപ്പം തന്നെ ഉണ്ടോ, ഇതിങ്ങനെ അടന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രം ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇതൊന്ന് കണ്ടോ. ഇതാ നമ്മുടെ മിൽക്ക് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടിങ്ങനെ ചെറിയ ബൈറ്റ്സുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ തിരിച്ചിട്ടും ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പുഡിങ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. ഇനി നമുക്ക് ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അത് ചെയ്യാം. ഒരു ബൗളിലേക്ക് കുറച്ച് മിൽക്ക് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഇതിലിങ്ങനെ കോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഈ മിൽക്ക് പുഡിംഗ് ബൈറ്റ്സ് വളരെയധികം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇതുപോലെ കോട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ഇതും എടുക്കാം. ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്യാം. ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ എല്ലാം മിൽക്ക് പൗഡറിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മിൽക്ക് പുഡിംഗ് ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എന്തൊരു സോഫ്റ്റാന്ന് നോക്കിയേ. കണ്ടോ,
കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.